Hi friends, welcome to Simna's Notebook. ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന റെസിപ്പി എന്താണെന്നറിയോ? ഒരു സ്പെഷ്യൽ ഹൽവയാണ്. മധുരവും എരിവും എല്ലാം കൂടി ചേർന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവ. ഇത് ഏറ്റവും കൂടുതൽ മലബാർ സൈഡിലാണ് കാണുന്നത്. ഇത് കാന്താരി മുളക് വെച്ചും അതുപോലെ പച്ചമുളക് വെച്ചും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എന്നോട് പറയണം. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത ഓരോ റെസിപ്പിയിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെയും അല്ലാതെ മെയിൽ ഉപയോഗിച്ച്, അതായത് മെയിൽ വഴിയും ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും മെസ്സേജ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ വരും. അത് സെലക്ട് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഹൽവ തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് മൈദ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, തരികളൊന്നും ഇല്ലാത്ത പോലെ. എന്നിട്ട് നമുക്ക് വീണ്ടും നമ്മൾ ഏത് കപ്പാണോ എടുത്തത് അതേ കപ്പിൽ 4 കപ്പ് വെള്ളം നമ്മൾ ഒഴിക്കുന്നത്. ഇപ്പോൾ 2ാമത്തെ കപ്പ് വെള്ളം ഒഴിച്ചു. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് വീണ്ടും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ 3ാമത്തെ കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി 1 കപ്പ് വെള്ളം കൂടെ ഒഴിക്കണം. അപ്പം 4ാമത്തെ കപ്പ് വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ടങ്ങ് നമ്മൾ മിക്സ് ചെയ്തെടുത്ത ഒരു തരിയും ഇല്ലാത്ത പോലെ ആക്കിയിട്ട് ഒരു 2 മണിക്കൂറോളം ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിലേ നമ്മുടെ ഹൽവ നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം വെള്ളമൊക്കെ മുകളിലേക്ക് വന്നിട്ട് മൈദ താഴേക്ക് അടിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഹൽവ വരത്തുള്ളൂ. ഇനി നമുക്കിതൊരു സ്പൂൺ ഉപയോഗിച്ച് ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം മിക്സായി. ഇനി നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നമ്മുടെ മെഷറിംഗ് കപ്പ്. ഏത് കപ്പിലാണോ നമ്മൾ എടുക്കുന്നത്, ഇനി ഫുൾ ഇൻഗ്രീഡിയൻസും ഇതേ കപ്പിൽ തന്നെ എടുക്കുന്നത്. 2 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏതാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. ഏതാണ്ട് നന്നായിട്ട് ഇതൊന്ന് തിളച്ചു വരണം. അതായത് നമ്മുടെ ഒരു നൂൽ പരുവം, അതാണ് നമ്മുടെ ശരിക്കും ഷുഗർ സിറപ്പിൻ്റെ പരുവം ഈ ഹൽവയ്ക്ക്. കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു സ്ട്രിങ് നമ്മുടെ വിരലിൽ വരണം. അപ്പോൾ ഇതാണ് ഒരു നൂൽ പരുവം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കാന്താരി മുളക് 4 കാന്താരി മുളക് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതില്ലെങ്കിൽ പച്ചമുളക് ആയാലും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മൈദ, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദ അരിച്ച് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറട്ടെ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ കൈ മാറ്റാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം കട്ട കിട്ടും. എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി നമ്മുടെ കപ്പിൽ നമുക്ക് 1 കപ്പ് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എപ്പോഴും ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ, വേറെ ഒരു ഓയിലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോഴായിരിക്കും അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയും ഷുഗർ സിറപ്പും മൈദ എല്ലാം കൂടി മിക്സ് ആവട്ടെ. കാന്താരി മുളകിൻ്റെ ടേസ്റ്റ് ഒക്കെ പിടിക്കുമ്പോൾ ഇനി കളർ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു പച്ച കളർ, ഞാൻ പൊടിയാണ്, അത് കാരണം അതൊരല്പം വെള്ളത്തിൽ ചാലിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ജെൽ കളറാണെങ്കിൽ 2-3 ഡ്രോപ്പ് ആയാലും മതി. എന്നിട്ടത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ കളറെല്ലാം നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട്. അപ്പോൾ കളറ് ആർട്ടിഫിഷ്യൽ ആണ്, എന്നാലും നമ്മുടെ അലുവയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ നെയ്യുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു തിളക്കത്തിന് വേണ്ടി മാത്രമാണ് നെയ്യ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏതാണ്ട് ഈ ഒരു പരുവം കണ്ടില്ലേ, നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഇതിൽ നിന്ന് വിട്ടു വരുന്ന പരുവാവണം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും ബദാമും കിസ്മിസും ഒക്കെ ഞാൻ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അതിന് അളവൊന്നുമില്ല, എത്ര വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി വെക്കണം. കുറച്ചാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഏതാണ്ട് ഒരുപാട് തിക്ക് ആവത്തില്ല ഇത്, എന്നാലും ഒരു അല്പം തിക്ക് കൺസിസ്റ്റൻസി വരണം. കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡിൽ പറ്റി പിടിക്കാതെ ഇങ്ങ് വരണം. അതുപോലെ നമുക്ക് കൺസിസ്റ്റൻസി ആവണം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി. അപ്പം നമ്മുടെ ഹൽവയുടെ ഇത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ഞാൻ സൈഡിലൊക്കെ ഓയിൽ തേച്ച് കൊടുക്കുവാണ്. അപ്പോൾ എന്നാലേ പെട്ടെന്ന് ഇളകി വരത്തുള്ളൂ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഹൽവയുടെ മിക്സ്ചർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഫുള്ള് നമ്മൾ ഒഴിച്ചു. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. ഏകദേശം ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ വെച്ചിരുന്ന ബദാമും കിസ്മിസും നട്ട്സും ഒക്കെ വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഹാഫ് ഡേ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പോവാണ്. അപ്പം നമുക്കത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പം നമ്മൾ റെഡിയാക്കി ഏതാണ്ട് ഒരു 4 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ച ഹൽവയാണ് ഇത്. നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റി കഴിയുമ്പം അതേ നോക്കാം, റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ ഹൽവ. അപ്പം ഇതിൻ്റെ മറുവശത്തിന് വേണ്ടി നമുക്ക് മറ്റൊരു പാത്രം കൂടി വെക്കാം. ഒന്നുകൂടെ ഒന്ന് തിരിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഗാർണിഷ് ചെയ്ത സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഹൽവ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് ഇതെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്യാൻ പോവാണ്. നല്ല ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല മയമുണ്ട് ഇത്. ഞാൻ ഈ ഒരു പോർഷനും കൂടി ഒന്ന് കട്ട് ചെയ്യട്ടെ. അപ്പം ഞാൻ അതും കൂടി കട്ട് ചെയ്തു. ഇനി നമുക്കൊന്ന് എടുത്ത് നോക്കാം. കണ്ടില്ലേ, നല്ല തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ് ഇത്. ഞാൻ ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. കണ്ടില്ലേ, നമ്മൾ രണ്ടാക്കുമ്പോഴും നല്ല സോഫ്റ്റാണിത്. ഇത് നല്ല ഓയിലിൻ്റെ ഒക്കെ ഉണ്ടോണ്ടായിരിക്കാം ഇത്ര നല്ല സോഫ്റ്റ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. ആ കാന്താരി മുളകിൻ്റെ എരിവും അതുപോലെ തന്നെ മധുരവും എല്ലാം കൂടി ചേർന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.